ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവിടുന്ന് അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവിടുന്ന് അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്താർ നിൽക്കും? വെടിപ്പുള്ള കയ്യും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സു വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവിടെ നിന്നാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. ഈ തിരുവചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരുന്ന ദിനം തോറും നമ്മെ വഴി നടത്തുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സകല പ്രവൃത്തികളും ഞങ്ങൾ അങ്ങയിൽ ആരംഭിച്ച് നടത്തി അവസാനിപ്പിച്ച് ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഒടുവിൽ അങ്ങയുടെ കരുണ കൊണ്ട് നിത്യജീവൻ പ്രാപിപ്പാനും ഞങ്ങൾ ചെയ്യുന്നതിലൊക്കെ അങ്ങയുടെ മഹാനുള്ള കൃപ ഉണ്ടായിരിക്കുകയും ഇടപെടാതെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവമേ, എല്ലാം നല്ല ദാനവും തികഞ്ഞ വരവൊക്കെയും അങ്ങയിൽ നിന്നല്ലോ വരുന്നത്. അങ്ങയുടെ മഹത്വത്തിനും അങ്ങയുടെ മക്കളുടെ അധിവാസത്തിനുമായി ഈ ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് അങ്ങയിൽ നിന്ന് ലഭിച്ച എല്ലാ നടത്തിപ്പുകൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൈകളുടെ വേല കൈക്കൊള്ളുവാനും ഞങ്ങൾ ആഗ്രഹിക്കുകയോ നിരൂപിക്കുകയോ ചെയ്യുന്നതിലപ്പുറമായി
ഈ ഭവനത്തെയും ഇതിൽ പാർക്കുന്നവരെയും അനുഗ്രഹിച്ച് അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിപ്പാനും കൃപയരുളണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ഭവനത്തെ ദൈവനാമ മഹത്വത്തിനായി പ്രതിഷ്ഠിക്കുകയും ഇതിൻ്റെ വാതിൽ തുറക്കുകയും ചെയ്യുന്നു. ഈ ഭവനത്തിനും ഇതിൽ പാർക്കുന്ന എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഈ ഭവനത്തിൽ പ്രവേശിക്കുകയും പുറത്തേക്ക് പോകുകയും അകത്തേക്ക് വരികയും ചെയ്യുന്നവർക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എല്ലാ വസ്തുക്കളെയും ഞങ്ങൾക്ക് നന്മയ്ക്കായി നൽകുന്ന പിതാവേ, ഇവിടെ ജോലി ചെയ്യുന്നവർ അങ്ങയിലുള്ള ആശ്രയത്തോടും ഉത്സാഹത്തോടും സഹകരണത്തോടും പ്രവർത്തിക്കുന്നതിന് അവർക്ക് കൃപ നൽകണമേ. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, അങ്ങയ്ക്ക് സേവ ചെയ്യുന്നവരായി സകലവും അവികലമായി ചെയ്യുവാൻ അവരെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഭവനത്തെ പ്രതിഷ്ഠിക്കുവാൻ എളിയ വന്യ പുരോഹിതനിലൂടെ കർത്താവ് സഹായിച്ചിരിക്കുന്നുവല്ലോ. ഇവിടെ പ്രിയ മക്കൾ എന്താവശ്യത്തിനാണോ ഈ ഭവനത്തിന്റെ ഈ മുറി വേർതിരിച്ചിരിക്കുന്നത്, അതിന്റെ ദിവ്യമഹത്വം എളിയവരെ ദർശിക്കുവാൻ കർത്താവ് കൃപയാകണമേ. ഇവിടെ ആരെല്ലാം ഒന്നാഗതരായി ക്ഷണിതാക്കളായും അല്ലാതെയും സംഭാഷണത്തിൽ ഏർപ്പെട്ട പ്രിയ മക്കൾ ഭക്ഷിച്ച് പാനം ചെയ്തിരിക്കുമ്പോൾ അങ്ങയെക്കുറിച്ചുള്ള എരിവ് അവരെ തിന്നുകളയുന്നു എന്ന് പറയുവാൻ സഹായിക്കും. കർത്താവ് സമാധാനത്തിന്റെ പ്രഭുവായപ്പെടുവാനും ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ദൈവകൃപാനുഭവിക്കുവാനും അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം എന്നുള്ള പിതാവേ. ആമേൻ. നടത്തുന്നു.
നന്മയും കരുണയും നിന്റെ ആൾക്കാരൊക്കെയും നിന്നെ പിന്തുടരും. ഞാൻ എപ്പോഴും ആഴത്തിൽ കേൾക്കാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തന്നെ ആമേൻ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാകരുണയും കൃപയും നിറഞ്ഞ വാഴ്ത്തപ്പെട്ട സ്തുതിയാപിതാവേ നമുക്ക് മനോഹരമായ പുതിയ ദിവസത്തിന്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആയുസ്സിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ദിവസത്തിന്റെ പ്രഭാതം കാണുന്നതിനും ആ ദിവസത്തിന് നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ അനുഗ്രഹത്തോടെ ഈ വാത്സല്യ ഭവനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കണ്ണുകളെ തിരുമുഖത്തേക്ക് ഉയർത്തുവാനും അത് നൽകിയിരിക്കുന്ന എല്ലാ കൃപകൾക്കായും അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. ഈ വാത്സല്യ ഭവനത്തെ ദൈവത്തെ സമർപ്പിക്കുന്നു. പ്രിയമുള്ള മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ജീവിത ചുറ്റുപാടുകളുടെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിന്റെ അടിസ്ഥാനമിട്ട സമയം മുതൽ പ്രതിഷ്ഠ വരെയും ദൈവകൃപ പകർന്നതിനായി സ്നേഹിക്കുന്നു. ഇന്നു മുതൽ ഈ ഭവനത്തിന്റെ ഉള്ളിൽ പ്രിയമക്കൾ വാസം ആരംഭിക്കുമ്പോൾ കർത്താവിന്റെ കൃപ പ്രിയപ്പെട്ടവരോടുകൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബമായി പ്രാർത്ഥിക്കുന്ന ഇളയ മകനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മാതാപിതാ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നടക്കുന്ന വിവാഹ ഉടമ്പടിയിലൂടെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് ഒരുങ്ങുന്ന ആഹിരിനെയും അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ട ജിജിയെയും ദൈവകരങ്ങളാൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയമക്കള വിവാഹ ഉടമ്പടിയിൽ രജിസ്റ്റർ ചെയ്ത് കർത്താവെ ഒരു പുതിയ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുവാനും അതിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ച് ദൈവനാമത്തെ ജീവിക്കുവാനും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിവാഹ ശുശ്രൂഷയിലും തുടർന്ന് നടക്കുന്ന വിരുദ്ധ സർക്കാരാദികളിലും മറ്റ് ക്രമീകരണങ്ങളിലെല്ലാം ദൈവകൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷവും പരിശുദ്ധാത്മനോടുകൂടെ എല്ലാം ക്രമപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. അവരോട് ക്ഷണിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും സമയത്ത് വന്നെത്തിച്ചേരുവാൻ അത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്കായി എന്റെ മക്കളായ അധികാരപ്പെടുകയും ദൈവകൃപയുടെ തണലിൽ സൂക്ഷിക്കുകയും ചെയ്യണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ എന്നുള്ള കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ പ്രിയമുള്ള മക്കളെ എല്ലാവരെയും ദൈവകരങ്ങളാൽ സമർപ്പിച്ച് അവരുടെ നന്മകൾക്കായി അനുഗ്രഹങ്ങൾക്കായി ക്ഷേമത്തിനായി പ്രത്യേകമായി പ്രാർത്ഥിച്ച് ഞങ്ങൾ പരസ്പരം ചെയ്യുന്നു. പിരിയാത്തവരായി പോയി നമ്മിൽ കാണുമ്പോളം കൃപയുടെ തണലിൽ സൂക്ഷിക്കണം. ഓരോ നാളും അതിശയകരമായി കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ ചെയ്ത് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിന്റെ പ്രിയമുള്ളവരെ നമ്മോടെല്ലാവരോടും പ്രത്യേകിച്ച് നാം ഇന്ന് പ്രതിഷ്ഠിച്ച ഈ ഭവനത്തോടെ ഭവനത്തിൽ പാർക്കുന്ന പ്രിയപ്പെട്ടവരോട് കുടുംബജീവനത്തിനായി ഒരുങ്ങുന്ന പ്രിയമുള്ള കുഞ്ഞുങ്ങളോട് ഇന്നു മുതൽ എന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. ಎಂತಾರಾ ಎಂತಾರಾ ನೀಯೇ ಎಂತಾರಾ ಎನ್ಮಾನಂ ಪೂತದೆ ತಾರಾ കൺപൂര നീയേ താരാ കണ്ണാര കാൺகிறேன் കൂടാ തണ്ണീரை കൂസിക്കൊണ്ടേ മെല്ലെ ചെല്ലും ബിംബങ്ങൾ നീയാகிறாய் എതിരെ എന്നോട് കാതൽ വந்தே என்ன சொல்ல வெட்கங்கள் பேசுதே ಅಂತಾರ
நம் காதல் வாழ்வுமே. திசைகளில் படபடவென தந்தாய், மின்மினிகளில் விழிகளில் கொண்டாய், கண்ணிமைகளில் நிலவினை கதகதப்புடன் தந்தாய், கண்ணவிடை வெண்ணிலவொளி தந்தாய். பிரம்மாண்ட காலம் நீ தந்து சென்றாய், என் நாட்கள் தீர்ந்ததே. உன் பாத சூட்டில் என் காதல் பூக்கும், நம் தேடல் தீருமே. எந்தாரா நீயே எந்தாரா, என் வானம் பூத்ததே தாரா. கண்பூரா நீயே தான் தாரா, கண்ணார காண்கிறேன் தாரா. தண்ணீரை கூசிக்கொண்டே மெல்ல செல்லும் பிம்பங்கள் நீயாகிறாய். எதிரே என்னோடு காதல் வந்து என்ன சொல்ல வெட்கங்கள் பேசுதே. கண்ணில் மின்னாயமோ வண்ணப்பூக்காலமோ സുഖമെന്നെന്നും നെഞ്ചാകെ പണ്ണരുളിയ ദിനമിനി വരുമിതിലേ നെഞ്ചങ്ങൾ ഒന്നായി